അസ്സലാമലൈക്കും മോനെ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. കുറേ നാളായിട്ട് കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. നമ്മൾ കുറേ വിഷയങ്ങളിലൊക്കെ ഇതെന്തായിരിക്കും ഇങ്ങനെ എന്നൊക്കെ എല്ലാവരുടെ മനസ്സിലൂടെ പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന് ചർച്ച ചെയ്യുകയും അതിനെപ്പറ്റി പറയുകയും ചെയ്തപ്പോൾ ഒരുപാട് എന്താ പറയുക, എന്നെപ്പോലെ കുറേ ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ. പക്ഷെ ഇന്ന് ഇപ്പം എല്ലാവരും പെരുന്നാൾ ആഘോഷിക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും ഒരുമിച്ച് കൂടി മെയിനായിട്ട് ഇറച്ചി കിട്ടുന്ന ഒരു ദിവസം. അപ്പോൾ അതിനെ പറ്റിയിട്ട് തന്നെ നമുക്ക് സംസാരിക്കാമെന്ന് ഞാൻ ആലോചിക്കണം. ഒരുപാട് നിങ്ങളുടെ ഒരുപാട് വീഡിയോ ഈ വിഷയത്തിനെ പറ്റി ഞാൻ കണ്ടിരുന്നു. അതൊരുപാട് വിവാദമാവുകയും അതിന് മറുപടിയായിട്ട് ഒരുപാട് ആൾക്കാർ മുന്നോട്ട് വരികയൊക്കെ ചെയ്തത്. നിങ്ങൾ ആ വീഡിയോ ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ ഒരു അഭിപ്രായത്തെ പറ്റി. അവര് വളരെ ദീർഘനേരം സംസാരിച്ച വീഡിയോകളൊക്കെ ഉണ്ട്. ഞാൻ ഒരു വീഡിയോ അല്ല, ഞാൻ ഈ ബലി വിഷയത്തിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് 7 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളിൽ ഞാൻ സമഗ്രമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയാത്തൊരു കാര്യവും ഈ വിമർശകരാരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പറഞ്ഞ കാര്യം തന്നെ പൊലിപ്പിച്ച് പറയുക. പിന്നെ വലുതായിട്ടുള്ള വിഷയം ആക്കേണ്ടതില്ലാത്ത കാര്യങ്ങളെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് വിമർശകർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിസ്ഥാനപരമായി വിമർശകരാരും വിഷയത്തെ സ്പർശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മൊഹ്സിനാക്ക് അങ്ങനെ അവർ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം പ്രത്യേകമായി മറുപടി അർഹിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? എന്നാലും എനിക്ക് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. അവർക്ക് തോന്നിയതും എനിക്ക് ചോദിക്കാനുള്ളതൊക്കെ ആയിട്ട്. അതിലൊരു വീഡിയോയിൽ പറയുന്നുണ്ട് മൗലവി സൂറ ഹജ്ജിലെ 2 ആയത്ത് മുക്കി എന്നുള്ളത്. അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഈ പുരോഹിതന്മാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ അറിവ് എന്ന് പറയുന്ന സംഗതിയെ ഈ ഖുർആനിലുള്ള എന്തോ ഒരു മഹത്തായ കർമ്മമാണ് എന്ന് വരുത്തി തീർത്തിട്ട് അത് അവരെ കൊണ്ട് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സൂറ ഹജ്ജിൽ ഉള്ള ഒരായത്താണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിന് നിങ്ങളുടെ ഈ ബലി അറുക്കുന്ന മൃഗങ്ങളുടെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിലേക്ക് ഒരിക്കലും എത്തൂല. ഇതാണ് ഖുർആനിലെ സ്റ്റേറ്റ്മെൻറ്റ്. അതിന് മുമ്പുള്ള 2 ആയത്ത് ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ് ഒരു വിമർശകൻ്റെ വിമർശനം. യഥാർത്ഥത്തിൽ ആ ആയത്തിൻ്റെ തുടർച്ച ഞാൻ മുമ്പത്തെ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ആ ആയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വൽബുദിന ജഅൽനാഹാലക്കും. വൽബുദിന എന്ന് പറഞ്ഞാൽ ഒട്ടകം എന്നാണ് അർത്ഥം. അതിന് ഇവരൊക്കെ അർത്ഥം വെച്ചിട്ടുള്ളത് ബലി ഒട്ടകം എന്നാണ്, ബലിമൃഗം എന്നാണ്. ബുദിന് എന്ന വാക്കിന് അറബി ഭാഷയിൽ ഒട്ടകം എന്നാണ് അർത്ഥം. ഒട്ടകം എന്ന് പറയുന്ന വാക്കിനെ ബലി എന്ന ഒരു വിശേഷണം ചേർത്ത് അവതരിപ്പിക്കുന്നതോടുകൂടി ഇവർ ഖുർആനിൻ്റെ ആശയത്തെ അട്ടിമറിക്കുക ചെയ്യുന്നത്. ഒട്ടകം അള്ളാഹുവിൻ്റെ അടയാളമാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം, പർവ്വതങ്ങളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മഴയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭൂമിയെക്കുറിച്ച്, ആകാശത്തെക്കുറിച്ച്, നക്ഷത്രത്തെക്കുറിച്ചൊക്കെ അള്ളാഹുവിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇത് കന്നുകാലികളും അള്ളാഹുവിൻ്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒട്ടകവും അള്ളാഹുവിൻ്റെ അടയാളം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടയാളമാണ് ഒട്ടകം എന്ന് പറഞ്ഞതിനെ ബലിയൊട്ടകം എന്നാക്കി മാറ്റിയിട്ടാണ് ഇവരുടെ അജണ്ട നടപ്പിലാക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് അവർക്കങ്ങനെ ഒരു അജണ്ട നടപ്പിലാക്കിയിട്ട് എന്താണ് ഗുണം, അല്ലെങ്കിൽ എന്താണ് അവർക്ക് നേട്ടം എന്ന് ചിന്തിക്കുമല്ലോ. യഥാർത്ഥത്തിൽ ഇത് മുആവിയൻ കാലഘട്ടത്തിൽ, അതായത് പ്രവാചകൻ്റെ മരണശേഷം ഒരു 30 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഇസ്ലാമിലുണ്ടായ അട്ടിമറിയുടെ ചരിത്രം മനസ്സിലാക്കുമ്പോഴേ ഇതിൻ്റെ ഗൗരവം മനസ്സിലാവുള്ളൂ. മുഹമ്മദ് നബി വഫാത്തായി 30 വർഷം കഴിഞ്ഞതിന് ശേഷം മുആവിയ രാജാവായി വാഴുകയും ഇസ്ലാമിക സംസ്കൃതിയെ കംപ്ലീറ്റ് അട്ടിമറിച്ചിട്ട് അതിന് മുമ്പുണ്ടായിരുന്ന ഗോത്രാചാരങ്ങളെ തിരികെ കൊണ്ടുവരികയും ചെയ്തു. ഇക്കാണുന്ന എല്ലാ മൃഗബലിയും രക്തബലിയും മുഹമ്മദ് നബിക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഗോത്രത്തിലെ ആചാരങ്ങളാണ്, സമ്പ്രദായങ്ങളാണ്. വളരെ പ്രാകൃതമായ, ഇപ്പോഴും കാണുന്നില്ല, ചില ക്ഷേത്രങ്ങളിലൊക്കെ കോഴിയെ വെട്ടുന്നു. ഇപ്പം 2 ദിവസം മുമ്പ് ആട്ടിനെ വെട്ടിയിട്ട് ചോര കൊടുത്തിട്ട് അവിടുത്തെ വെളിച്ചപ്പാട് മരിച്ചുപോയി കർണാടകയിൽ. അപ്പോൾ ഇങ്ങനെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഗോത്രാചാരങ്ങളെ മുഹമ്മദ് നബി കംപ്ലീറ്റ് നിരോധിച്ചു. ഖുർആൻ അത് ഇല്ലാതാക്കി, അതിനെ നിരുത്സാഹപ്പെടുത്തി. പിന്നീട് മുആവിയ അതൊക്കെ തിരികെ കൊണ്ടുവന്നു. ആ തിരികെ കൊണ്ടുവന്നതിന്
ദാർശനികമായ ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാക്കുകയായിരുന്നു ഈ പണ്ഡിതന്മാർ ചെയ്തത്. അതാണ് ഇന്ന് നമ്മൾ ഫോളോ ചെയ്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഇത് പ്രവാചകനോ ഖുർആനോ ഒന്നും പറഞ്ഞതോ കൽപ്പിച്ചതോ അല്ല. അപ്പൊ ആ ഒരു വാക്കിന് വലിയ നമ്മുടെ കുട്ടികളുടെ ആൾക്കാരെ തട്ടി പറഞ്ഞു അങ്ങനെയാണ് ഏതൊരു സംഗതിയും അങ്ങനെയാണല്ലോ. ചെറിയൊരു ട്വിസ്റ്റിലൂടെയാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ അട്ടിമറിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്വിസ്റ്റ് ഒട്ടകം എന്ന് പറഞ്ഞതിനെ ബലിയൊട്ടകം എന്നാക്കി മാറ്റി. അതോടുകൂടി സംഗതി ആകെ മാറി എന്നുള്ളതാണ്. ഈ മുക്കി എന്ന് പറഞ്ഞ 2 ആയത്തിലെ ഒട്ടകത്തിന്റെ വിഷയം മാത്രമാണോ ആ പണ്ഡിതന്മാര് ഉദ്ദേശിച്ചിട്ടുള്ളത്, അതോ വേറെ എന്തെങ്കിലും പ്രാധാന്യപ്പെട്ട എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ല, അതിന് വേറെ ചില വിഷയങ്ങൾ കൂടിയുണ്ട്. അതിൽ പറയുന്നത് ഈ ഒട്ടകം അത് നിലത്ത് വീണ് കഴിഞ്ഞാൽ, ബലിയറുത്തിട്ട് നിലത്ത് വീണ് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷിക്കുക, നിങ്ങൾ മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെയും അർത്ഥത്തിൽ ഇവർ വ്യത്യാസം വരുത്തി. നിലം പതിച്ചാൽ എന്നല്ല, ഇതാ വജബത്ത് ജുനൂബുഹ എന്നാണ്. അത് അനിവാര്യമായ സന്ദർഭങ്ങളിൽ എന്നാണ്. അനിവാര്യമായ സന്ദർഭങ്ങളിൽ എന്ന് പറയുന്ന ഭാഗത്തെയാണ് ഇതിനെ അറുത്തിട്ട് നിലം പതിച്ചാൽ എന്ന് പറയുന്നത്. അനിവാര്യമായ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഒട്ടകത്തെ ഭക്ഷിപ്പിക്കുകയും ചെയ്യാം. ഇതാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ ആഹാരത്തിന് വേണ്ടി നിങ്ങൾക്ക് മൃഗങ്ങളെ അറുക്കാം. ഇതാരും എതിർക്കുന്നൊരു സംഗതിയല്ല. ഇപ്പോൾ ഒരു വിമർശകൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ ഖുതുബയിലാണെന്ന് തോന്നുന്നു, ഞാൻ അടുത്ത് ഒരു വീഡിയോ കണ്ടു. അയാൾ ആ വീഡിയോയിൽ മുഴുവൻ പറയുന്നത് പച്ചക്കറിക്ക് ജീവനില്ലേ, മരത്തിന് ജീവനില്ലേ, നെല്ലിന് ജീവനില്ലേ, ഇതിനൊക്കെ തിന്നുന്നില്ലേ. ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊന്നും ആരും പറഞ്ഞിട്ടില്ല. പുണ്യം കിട്ടുമെന്ന് വിചാരിച്ച്, സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ച്, പടച്ചോലെ തൃപ്തി ലഭിക്കുമെന്ന് കരുതി നിങ്ങളൊരു മൃഗത്തെ അറുക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ബീഫ് കഴിക്കുന്നതിനെ കുറിച്ചോ ചിക്കൻ കഴിക്കുന്നതിനെ കുറിച്ചോ ഒന്നും ആരും ഒന്നും പറയുന്നില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരാൾ വെജിറ്റേറിയൻ ആകുന്നു, ഒരാൾ നോൺ വെജിറ്റേറിയൻ ആകുന്നു, നോൺ വെജിറ്റേറിയനിൽ തന്നെ സെലക്റ്റീവ് ആകുന്നു. ഇതൊക്കെ ഒരാളുടെ ചോയ്സാണ്, ഇഷ്ടമാണ്. അതേ സംബന്ധിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവരും മാംസാഹാരം ഉപേക്ഷിക്കണം എന്നോ അല്ലെങ്കിൽ മാംസാഹാരി ആകണമെന്നോ ഒന്നുമല്ല. പുണ്യം വിചാരിച്ച് മൃഗങ്ങളുടെ കഴുത്തിൽ കത്തിവെച്ചാൽ അയാൾക്ക് പുണ്യം കിട്ടുമോ ഇല്ലേ? അങ്ങനെ ഒരു മതം പറയുമോ ഇല്ലേ? ഖുർആൻ പറയുന്നുണ്ടോ? ഇതാണ് നമ്മുടെ സംസാരം. ഇവിടെ ആ ആയത്തിൽ പറയുന്നത് അനിവാര്യമായൊരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്കങ്ങനെയാകാം. എന്നിട്ട് അതിന് ശേഷമാണ് പറയുന്നത് ലയ്യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. അള്ളാഹുവിലേക്ക് നിങ്ങൾ ഈ ബലിയെടുക്കുന്ന മൃഗത്തിൻ്റെ രക്തമോ മാംസമോ ഒരിക്കലും എത്തിച്ചേരില്ല. ഒരിക്കലും എത്തിച്ചേരില്ല എന്ന് പറയുമ്പോൾ മുഹ്സിൻ ആലോചിച്ച് നോക്കും. മുഹ്സിനാൻ്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വരുന്നു. ആ ഗസ്റ്റ് മുഹ്സിനാനോട് പറയുന്നു എനിക്ക് ബിരിയാണി ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കേണ്ടതില്ല, ഞാൻ കഴിക്കൂല എന്നല്ലേ? ഇതുപോലൊരു സ്റ്റേറ്റ്മെൻറ്റ് അള്ളാഹു പറയാണ്, എനിക്ക് നിങ്ങൾ അറുക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ എന്നിലേക്ക് ഒരു കാലത്ത് എത്തിച്ചേരില്ല. എന്നാൽ അത് അല്പം ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാവും. എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളത് ചെയ്യണ്ട അല്ലേ? അത് ചെയ്യേണ്ടതല്ലേ പറയുന്നത്. എന്നിട്ടാണ് ഇവർ പറയുന്നത് അങ്ങനെയല്ല, അത് നിങ്ങൾ അറുത്തോളൂ, പക്ഷേ നിങ്ങൾ അറുക്കുമ്പോൾ അതിൻ്റെ രക്തവും മാംസമൊന്നും അള്ളതൊന്നും കുടിക്കൊന്നുമില്ല, അള്ളാഹ്ക്ക് നിങ്ങളുടെ മനസ്സാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വക്രീകരിച്ച് വ്യാഖ്യാനിക്കുകയാണ് ചെയ്തത്. വളരെ കൃത്യമായിട്ട് പടച്ചോൻ പറയുന്നത് അതൊരിക്കലും എന്നിലേക്ക് എത്തിച്ചേരില്ല, നിങ്ങളാ പണിയെടുക്കണ്ട. ഇത് ആർക്കും മനസ്സിലാകുന്നത്, ഏത് ഭാഷയിലും പറഞ്ഞാൽ മനസ്സിലാകുന്നൊരു സംഗതി. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന സംഗതിയല്ലേ. പക്ഷേ അതിനെയൊക്കെ വക്രീകരിച്ച്, എന്ന് വെച്ചാൽ ഇവർക്ക് ഖുർആനൊന്നുമല്ല വിഷയം. ഇവർക്ക് പ്രശ്നം ഇവരുടെ ആചാരമതമാണ്. പരമ്പരാഗതമായി ഇവർ തുടർന്നു പോരുന്ന ആചാരങ്ങളാണ്. ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഖുർആനെ ഏത് തരത്തിലും അവർ വ്യാഖ്യാനിക്കും. ഒരു ഉദാഹരണത്തിന്, മറുപടി ദീർഘിച്ചു പോകുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു ഉദാഹരണം കൂടി പറഞ്ഞു. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു വിമർശകൻ ഫുതുബയിൽ പറയുന്നത് അള്ളാഹു ഇബ്രാഹിം നബിക്ക് പകരം അറുക്കാൻ വേണ്ടി, ഇസ്മായിലിൻ്റെ പകരം അറുക്കാൻ വേണ്ടി ഒരു ആടിനെ കൊടുത്തു. കൊഴുത്ത ആട്, കൊമ്പുള്ള ആട്, തടിയുള്ള ആട്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഖുർആൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ആട് എന്നുള്ള വാക്ക് തന്നെ ഖുർആൻ പറഞ്ഞിട്ടില്ല. അള്ളാഹു താല ഇബ്രാഹിം നബിക്ക് ആടിനെ കൊടുത്തിട്ടുമില്ല, പകരം അറുത്തിട്ടുമില്ല. എന്നിട്ട് ഇതൊന്നും ഇല്ലാതെ ഇയാൾ വെള്ളിയാഴ്ച ഖുതുബ പറയാൻ വേണ്ടി മിമ്പറിൽ കയറിയിട്ടാണ് ഈ പച്ച കള്ളം തൊപ്പിയും വെച്ചിട്ട് ഖുർആനിൻ്റെ മേൽ ആരോപിക്കുന്നത്. എത്ര ഭീകരമാണ്! അവർക്ക് അങ്ങനെ ഒരു പടച്ചവനെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ ഒന്നും അവർക്ക് യാതൊരു ആദ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കഥകളൊക്കെ നമ്മളിങ്ങനെ കേട്ട് അതാണ് നമ്മുടെ മനസ്സിൽ അതായിട്ട് അവിടെ കൊടുത്തതും അതാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സീഡായിട്ടുള്ള കാര്യം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇറച്ചിക്ക് വേണ്ടിയിട്ട് അല്ല, ഇപ്പൊ കഴിക്കാൻ അത്യാവശ്യത്തിന് വേണ്ടിയിട്ടല്ലല്ലോ ആരും ചെയ്യുന്നത്.
ഇത് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താനുള്ള ഇതുപോലെയാണ് ചെയ്യണത്. അതിനെ എങ്ങനെങ്കിലും അവര് ഇതാക്കാൻ അത് ഐഡിയോളജിക്കലാക്കാൻ വേണ്ടി, ഒരു തിയററ്റിക്കലാക്കാൻ വേണ്ടിയിട്ട് കുറേ തിയറികൾ പറയുകയാണ്, കുറേ സംഗതികൾ പറയുകയാണ്. എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് കുറേ കഥകളുടെ പിൻബലത്തിലാണ്. ഈ കഥകൾ ഒരു ഊതി ഉറപ്പിച്ച ബലൂണാണ്, ഒരടിസ്ഥാനം ഉണ്ടാവില്ല. ആ കഥകളിൽ ഒരു മുട്ടസൂചി കൊണ്ടൊന്ന് തൊട്ടാൽ ഇവർ ഈ ഉണ്ടാക്കി വെച്ച മതങ്ങളെല്ലാം കടകടാന്ന് പറഞ്ഞിട്ടങ്ങ് താഴെ വീഴും. ഈ കഥകളുടെ മേലാണ് ഇവരൊക്കെ വിഭജിച്ചത്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുന്ന കഥകളൊന്നും ഖുർആൻ്റെ യാതൊരു അടിത്തറയില്ല. ഇബ്രാഹിം നബിക്ക് ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ആ സ്വപ്നം മകനെ സമർപ്പിക്കാനുള്ള സ്വപ്നമാണ്. അപ്പം ഞാൻ എൻ്റെ മോനെ വിളിച്ചിട്ട് പറയുന്ന, മോനെ എനിക്ക് ഒരു സ്വപ്നം ഉണ്ടടാ, പിന്നെ നിന്നെ ഞാൻ പടച്ചവൻ്റെ മാർഗത്തിൽ കൊടുക്കുകയാണ്, നീ ധർമ്മമാർഗത്തിൽ, നീ അതിനു വേണ്ടി പ്രവർത്തിക്കണം, ഇതാണ് എൻ്റെ സ്വപ്നം. അപ്പം മോൻ പറയുന്നു, വാപ്പൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ, എന്താണോ വാപ്പൻ്റെ സ്വപ്നം അത് സാക്ഷാത്കരിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നു. ഇതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിയോട് പറയുന്നു, ഇസ്മായിലിനോട് പറയുന്ന, മോനെ എനിക്കൊരു സ്വപ്നമുണ്ട്, നിന്നെ ദൈവമാർഗത്തിൽ ബലി കൊടുക്കാനാണ് സ്വപ്നം. ഈ ബലി എന്ന് പറഞ്ഞാൽ അറവല്ല, അവിടെ നിന്ന് അറവിനെ കുറിച്ചല്ല, എന്ന് വെച്ചാൽ നീ ഈ മാർഗത്തിൽ സമർപ്പിക്കണം, എൻ്റെ അവസാന കാലത്തുണ്ടായ മോനാണല്ലോ, നീ ഇതിനു വേണ്ടി എന്നെപ്പോലെ പ്രവർത്തിക്കണം. അപ്പോൾ മോൻ പറയുന്നു, ശരി, ഞാൻ അതിന് തയ്യാറാണെന്ന് പറയുന്നു. ഇതിനെയാണ് ഇവർ ഭയങ്കരമായി ഊതി ഉറപ്പിച്ച് മറ്റൊന്നാക്കി തീർത്തത്. എന്നിട്ട് അറക്കാൻ കൊണ്ടുപോയി കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ആലോചിക്കാൻ പറ്റും, ഒരു മഹാപ്രവാചകൻ തൻ്റെ ചെറിയ കുഞ്ഞിനെയും പിടിച്ചിട്ട് കയ്യിൽ കത്തിയായിട്ട് പോകുന്നു. ഇത് നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ആരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമോ? ലോകത്ത് സംഭവിക്കുമോ? നമ്മളാണെങ്കിൽ ഇപ്പോൾ മുഹമ്മദ് നബി തൻ്റെ കുഞ്ഞിനെയും കയ്യും പിടിച്ചിട്ട് പോകുമ്പോൾ ആ കൂടെ ഉള്ളവർ സമ്മതിക്കുമോ? ഏറ്റവും ജസ്റ്റ് ചോദിക്കെങ്കിലും ചെയ്യൂലേ, നിങ്ങളെന്ത് പണിയെടുക്കുന്നതെന്ന് ചോദിക്കൂലേ? ഈ ചോദ്യം നമുക്കൊക്കെ കുഞ്ഞിലെ ആദ്യമായിട്ട് കഥ കേൾക്കുമ്പോൾ എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷെ പിന്നെ ചോദ്യങ്ങൾ ഇതെങ്ങനെയാണ് എന്നുള്ളൊരു ഇതിൽ പിന്നെ അതവിടെ തീർന്ന് അങ്ങനെ. മനസ്സിലാക്കി ഓർമ്മ ഉണ്ടോന്നറിയില്ല, ഈ ഒരു 3 വർഷം മുമ്പ് പാലക്കാട് ഒരു സ്ത്രീ തൻ്റെ കുട്ടിയെ കഴുത്തറുത്ത് കൊന്ന കഥ കേട്ടിട്ടുള്ള ഒരു മദ്രസ അധ്യാപികയാണ്. അവിടുത്തെ ജമാഅത്ത് ഇസ്ലാമിയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക. അപ്പോൾ അത്രയും കഴിവുള്ളൊരു സ്ത്രീയായിരിക്കും. അവരൊരു ദിവസം രാവിലെ 3 മണിക്ക് അവരുടെ ഒരു ആൺകുട്ടിയെ, എനിക്കൊന്നൊരു 8-9 വയസ്സുള്ള ആൺകുട്ടിയാണ്, കഴുത്തറുത്ത് കൊന്നു. എന്താ കാരണം എന്നറിയാം? അവർ പത്രക്കാരോടൊക്കെ പറഞ്ഞ കാരണം, ഞാൻ സ്വപ്നം കണ്ടു എൻ്റെ മകനെ. ഇത് ഏതിൻ്റെ എഫക്റ്റാണ്, എവിടെ നിന്ന് വരുന്നത്? ഇത് നമ്മുടെ നാട്ടിൽ അവരിപ്പോഴും ചെയ്യില്ല. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു മാനസിക രോഗികൾ ഉണ്ടാക്കാൻ വേണ്ടി പിന്നെ ആണോ ഒരു മതം പറയുക? ഇബ്രാഹിം നബിക്ക് സ്വപ്നം കണ്ടതുപോലെ എനിക്ക് സ്വപ്നം കണ്ടു എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലല്ലോ. ആ നരേശനാണ്, ആ കഥയാണ് അവരെ കൊണ്ട് അങ്ങനെ ഒരു സ്വപ്നം കാണിച്ചത്. നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു യുവതിയായിരുന്നു. അപ്പോൾ ഇത് ഇങ്ങനെ മനുഷ്യരെ പറഞ്ഞ് അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇങ്ങനെയുള്ള ദുരാചാരങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് പ്രസാദിക്കുന്നവരല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവം എന്ന് പറയുന്നത്. അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും. അപ്പോൾ ചോദിക്കും, കാരുണ്യം എന്ന് പറഞ്ഞാൽ ദൈവത്തിനില്ലാത്ത കാരുണ്യം നിങ്ങൾക്ക് എന്തിനാ? ദൈവത്തിനില്ലാത്ത കാരുണ്യം എന്ന് പറഞ്ഞിട്ടൊരു കാരുണ്യം ഇല്ല. അപ്പോൾ ഒരു തെറ്റായ ദിശയിലേക്കാണ് മനുഷ്യരെ ഈ പൗരോഹിത്യം നയിക്കുന്നത്. നേരത്തെ മൗലവി പറഞ്ഞില്ലായിരുന്നോ ഇസ്മായിലിനെ ഇബ്രാഹിം നബി ഉദ്ദേശിച്ചത് ഈ നല്ല മാർഗത്തിലേക്ക് സമർപ്പിക്കാനാണെന്ന്. പക്ഷേ ഖുർആന്റെ ആയത്തില് ഇസ്മായിലിനെ ചെരിച്ച് കിടത്തി, അപ്പൊ അത് അറുക്കാനുള്ളൊരു ഇതായിട്ടല്ലേ അങ്ങനെ പറയാനില്ലേ? അത് തീർച്ചയായിട്ടും ചോദിച്ചാൽ നന്നായി. തല്ലഹൂനിൽ ജബീൻ, അങ്ങനെയാണ് ഖുർആന്റെ പ്രയോഗം. അതിനാണ് ഇവർ പറയുന്നത് ഇസ്മായിലിനെ ഇബ്രാഹിം തള്ളിയിട്ടു എന്ന് ചില ആൾക്കാർ പറയും. ചില ആൾക്കാർ പറയും ചെരിച്ച് കിടത്തി, ചില ആൾക്കാർ അതിനർത്ഥം പറയുന്നത് കമഴ്ത്തി കിടത്തി. ഈ അടുത്ത് ഒരു മൗലവി എന്നെ വിമർശിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് മുഖമിട്ട് ഭൂമിയിൽ ഒരതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്രമേൽ കാടത്തിലാണോ പറയുന്നതെന്ന് ആലോചിക്കണം. യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം സാഷ്ടാംഗം ചെയ്തത്. ജബീൻ എന്ന് പറഞ്ഞാൽ നെറ്റിയാണ്. ഈ ഫോർഹെഡിനാണ് ജബീൻ എന്ന് പറയുക. ഈ ജബീൻ നെറ്റി നിലത്ത് തട്ടിച്ച് രണ്ടുപേരും സാഷ്ടാംഗം ചെയ്തു, നമിച്ചു. എന്ന് വെച്ചാൽ ഇബ്രാഹിം നബി ഇസ്മായിലിനോട് ചോദിക്കുകയാണ്, മോനെ എനിക്ക് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് നിന്നെ. അപ്പോൾ ഇസ്മായിൽ കംപ്ലീറ്റ് സറണ്ടർ ചെയ്തിട്ട് പറയുന്നു, അപ്പോൾ ഇഷ്ടം പോലെ ചെയ്തോ, ഞാൻ പാപ്പ പറയുന്നത് എൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നു. ഈ ഒരു സന്തോഷത്തിൽ രണ്ടുപേരും പഠിച്ചത് സുജൂദ് ചെയ്യാണ്. അതാണ് ആ പ്രയോഗം. അതിനെയാണ് ഇവർ പറയുന്നത് ചെരിച്ച് കിടത്തി, കമിഴ്ത്തി കിടത്തി, മുഖട്ടൊരുതി, എന്നിട്ട് കത്തി വെച്ചു എന്നൊക്കെ. ഫോഴ്സ് ഒന്നും ഇല്ല. അത് അങ്ങനെ രണ്ടുപേരും അവരുടെ ആഗ്രഹം സഫലീകരിക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ രണ്ടുപേരും
സുജൂദ് ചെയ്തു, ദൈവത്തിന് നമിച്ചു. അപ്പോൾ അതിൻ്റെ ശേഷം ഖുർആൻ പറയുന്നുണ്ട്, അപ്പോൾ അള്ളാഹു വിളിച്ചു, അയ്യാ ഇബ്രാഹിം കഥ സ്വന്തക്കത്തറുകയ, ഇബ്രാഹിമെ നിൻ്റെ സ്വപ്നം ഇതാ സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഇപ്പോൾ നീ വിചാരിച്ചതുപോലെ ആയില്ല. ഏത് സ്വപ്നം? ഈ ഒരു സ്വപ്നം മാത്രമല്ല, ഇബ്രാഹിം പണ്ട് മകന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാലം മുതലേ ഉള്ള ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കലാണത്. ഇബ്രാഹിം പ്രായമായിട്ടും കുട്ടികളുണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ പടച്ചവനോട് പ്രാർത്ഥിച്ചു. അന്ന് മുതലുള്ള സംഭവത്തെ മുഴുവൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇബ്രാഹിം ഇപ്പം നിനക്ക് തൃപ്തിയായില്ലേ, ഞാനൊരു കുഞ്ഞിനെ തന്നു, നീ വിചാരിച്ചതുപോലെയൊക്കെ ആയി, നീ വിചാരിച്ചതിനും അപ്പുറമായി, നിൻ്റെ സ്വപ്നമൊക്കെ സാക്ഷാത്കരിച്ചില്ലേ എന്ന് അള്ളാഹു ഇബ്രാഹിമിനോട് പറയുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. പക്ഷെ അതിനൊക്കെ ഇങ്ങനെ ഒരു അറിവുമായി ബന്ധപ്പെടുത്തി, ചോരയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് ഇവരതിനെ വിശദീകരിക്കുന്നത്. അപ്പോൾ മൗലവി പറയണത് ഇബ്രാഹിം നബി സ്വപ്നം കണ്ടിട്ടില്ല എന്നാണോ? നമ്മളൊക്കെ പഠിച്ചത് അങ്ങനെയാണ്. പിന്നെ നബിമാരുടെ സ്വപ്നങ്ങളൊക്കെ വഹിയാണെന്നൊക്കെയാണല്ലോ. എന്താ അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? വഹി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് പ്രവാചകന്മാർക്ക് ലഭിക്കുന്ന വെളിപാടാണ്. ഈ വെളിപാടുകൾക്ക് വ്യത്യസ്തങ്ങളായ തലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ജനങ്ങളോട് പറയേണ്ടതുണ്ട്, വേദത്തിലുള്ളതുണ്ട്. ഏതെങ്കിലും ഒരു വേദത്തിലെ ഒരു വചനം, ഖുർആൻ, തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഇങ്ങനെ പല വേദങ്ങളെക്കുറിച്ച് ഏതെങ്കിലും ഒരു വേദത്തിലെ വചനം ഏതെങ്കിലും ഒരു പ്രവാചകന് സ്വപ്നത്തിൽ കിട്ടിയതായിട്ട് ഒരു രേഖ കാണിച്ചു തരാൻ കഴിയില്ല. കാരണം വേദം തന്നെ വളരെ ഗൗരവപ്പെട്ടതാണ്. അതെനിക്ക് സ്വപ്നം കണ്ടു എന്നുകൊണ്ടൊരു പ്രവാചകൻ പിറ്റെന്ന് പറയില്ല. അത് അദ്ദേഹത്തിൻ്റെ ബോധാവസ്ഥയിൽ കിട്ടുന്നതിനാണ് വെളിപാടെന്ന് പറയുന്നത്. ഉറക്കം ബോധമല്ലല്ലോ. പ്രവാചകന്മാരുടെ ഉറക്കവും ബോധാവസ്ഥയിലല്ല, അവർ ഉറങ്ങല്ലേ ചെയ്യുന്നത്. ഉറക്കം എന്ന് പറയുന്നത് ഈ യാഥാർത്ഥ്യ ലോകത്തിൽ നിന്നുള്ള മനുഷ്യൻ ഡിസ്കണക്റ്റ് ആവുന്ന, അവൻ്റെ ബോധമണ്ഡലം ഡിസ്കണക്റ്റ് ആവുന്നൊരു പ്രക്രിയക്കാണ് ഉറക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഉറക്കത്തിൽ ഒരു മനുഷ്യൻ കാണുന്ന സ്വപ്നം, അത് അയാളുടെ ബോധാവസ്ഥയിൽ അയാൾക്ക് ലഭിക്കുന്ന വിവരവുമായി കണക്ട് ചെയ്യാൻ കഴിയില്ല. അത് ആധ്യാത്മികതയിലും പറ്റില്ല, ഭൗതിക ശാസ്ത്രത്തിലും പറ്റില്ല. ഏതെങ്കിലും ഒരു ശാസ്ത്രജ്ഞൻ ഇന്നലെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ വന്നിട്ട് പറഞ്ഞാൽ ശാസ്ത്രജ്ഞരും അംഗീകരിക്കില്ല. അത് നിരീക്ഷണവും പരീക്ഷണവും നടത്തി തെളിയിക്കപ്പെട്ടാൽ അംഗീകരിക്കുള്ളൂ. ഇത് തന്നെയാണ് ആധ്യാത്മികമായ കാര്യങ്ങളിലും നിലപാട്. അതേ സ്ഥാനത്ത് പ്രവാചകന്മാരുൾപ്പെടെയുള്ള മഹാഗുരുക്കന്മാരും പണ്ഡിതന്മാരും ഒക്കെ കാണുന്ന സ്വപ്നങ്ങൾക്ക് ഒരു മൂല്യമുണ്ട്. സാധാരണ മനുഷ്യന്മാരെ കാണുന്ന പോലെ ആ സ്വപ്നങ്ങൾക്ക് ഒരു അർത്ഥം ഉണ്ടാകും, ഒരു വിശദീകരണം ഉണ്ടാകും. ആ വിശദീകരണം ബാധകമാണ് അവർക്ക്. അപ്പോൾ ഇബ്രാഹിം നബി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഹമ്മദ് നബി ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, ആ സ്വപ്നത്തിനൊരു വ്യാഖ്യാനം ഉണ്ടാകും. സ്വപ്നം കണ്ടതുപോലെ ഇപ്പോൾ യൂസഫ് നബി ഒരു സ്വപ്നം കണ്ടു, ഖുർആൻ പറയുന്നുണ്ട്. സ്വപ്നം കണ്ടത് 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും വന്നിട്ട് അദ്ദേഹത്തെ നമിക്കുന്നതായിട്ടാണ്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പുലർന്നത്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും 11 സഹോദരങ്ങളും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വന്ന് അദ്ദേഹത്തിൻ്റെ പ്രജയായി തീരുന്നതാണ് സ്വപ്നം. അദ്ദേഹം രാജാവായി മാറുന്നു. അതായിരുന്നു അതിൻ്റെ വിശദീകരണം. അപ്പോൾ ഏതൊരു സ്വപ്നവും അത് കാണുന്നയാൾ കാണുന്നത് പോലെയല്ല, മറിച്ച് അതിനൊരു വ്യാഖ്യാനമുണ്ടെന്നും ആ വ്യാഖ്യാനമാണ് സ്വീകരിക്കപ്പെടേണ്ടതെന്നും ഖുർആൻ പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയും ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ, ഇബ്രാഹിം നബി ഒരു സ്വപ്നം കണ്ടതായിട്ട് ഇവിടെ നമുക്ക് കിട്ടുന്നില്ല. ഇനി അഥവാ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ആ സ്വപ്നത്തെ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വ്യാഖ്യാനത്തിലൂടെയാണ്. ഇസ്മായിലിനെ അറുക്കുന്നതായിട്ട് ഇബ്രാഹിം നബി ഒരു സ്വപ്നം കണ്ടു എന്ന് തന്നെ വെക്കുക. എന്നാൽ പോലും ഇസ്മായിലിനെ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു സൂചനയായിരുന്നു അത്. അല്ലാതെ പിന്നെ അറക്കാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനയായിട്ട് അള്ളാഹുവും കണക്കാക്കിയിട്ടില്ല, ഇബ്രാഹിം നബിയും കണക്കാക്കിയിട്ടില്ല. അത് പിന്നീട് കഥാകാരന്മാർ കഥയുണ്ടാക്കിയതാണ്. അപ്പോൾ ഏതൊരു പ്രവാചകൻ എന്ത് സ്വപ്നം കണ്ടാലും ആ സ്വപ്നത്തെ വ്യാഖ്യാനാത്മകമായിട്ട് ആണ് സ്വീകരിക്കേണ്ടത്. ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു എന്ന് തന്നെ നമുക്ക് വെക്കാം, വാദത്തിന് വേണ്ടി സമ്മതിക്കാം. എങ്കിൽ പോലും അത് ഇസ്മായിലിനെ അറക്കാനുള്ള സ്വപ്നമായിരുന്നില്ല, ഇസ്മായിലിനെ സമർപ്പിക്കാനുള്ള സ്വപ്നമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ മൗലവി പറയണത് ഖുർആനിൽ ബലി എന്നുള്ളൊരു വാക്കിനെ ഉപയോഗിച്ചിട്ടില്ല എന്നാണോ? ബലി എന്നുള്ള അർത്ഥം വരുന്ന ഒരുപാട് വാക്കുകൾ ഖുർആനിൽ വന്നിട്ടുണ്ടെന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ഖുർആനിൽ പുണ്യം കരുതി അല്ലെങ്കിൽ ദൈവപ്രീതി കരുതി അറുക്കുന്ന അറിവിനെക്കുറിച്ച് ബലി എന്ന അർത്ഥത്തിൽ ഖുർആനിൽ പറഞ്ഞിട്ടേ ഇല്ല. ഇപ്പോൾ ഇവർ സാധാരണ ബലിക്ക് ഉപയോഗിക്കുന്നൊരു പദം നുസുക്കാണ്. നുസുക്ക് എന്ന വാക്കിന് അർത്ഥം അനുഷ്ഠാനം, അതുപോലെ പുണ്യപ്രവൃത്തി എന്നൊക്കെയാണ് നുസുക്കിൻ്റെ അർത്ഥം. അത് ഖുർആനിലെ പല സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൽ പറയും, കുൽ ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹ്യായ വ മമാത്തി നമ്മൾ വജ്ജഹത്തിൽ പറയാറുണ്ടല്ലോ. അതിൻ്റെ അർത്ഥം അറിവ് എന്നല്ലല്ലോ, എൻ്റെ എല്ലാ പുണ്യകർമ്മങ്ങളും എന്നാണ്. അതുപോലെ ഹജ്ജിന് മനാസിക് എന്നാണ് പറയുക. ഇപ്പോൾ ചില
ഫിഖ്ഹി ഗ്രന്ഥങ്ങൾ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. അത് പിന്നെ മനാസിക് എന്നാണ് അതിൻ്റെയൊക്കെ പേര്. അത് അനുഷ്ഠാന കർമ്മങ്ങൾ എന്നേ അതിനർത്ഥമുള്ളൂ. ഈ ഒരു പദത്തെയാണ് ഇവർ ബലി എന്ന അർത്ഥം പറയുന്നത്. ഖുർആൻ ഒരു വചനമുള്ളത് ഇങ്ങനെയാണ്: ലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ഹും നാസികൂഹു. ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായ അനുഷ്ഠാന രീതികൾ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്, അതവർ പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു വാക്കിനെയാണ് ഇവർ അറവ് അല്ലെങ്കിൽ ബലി എന്നർത്ഥം പറയുന്നത്. അത് മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക് എന്ന ഒരു വചനത്തിൽ ഒന്നുകിൽ നോമ്പ്, അല്ലെങ്കിൽ സദഖ, അല്ലെങ്കിൽ ബലി എന്നർത്ഥം പറഞ്ഞിട്ട് അവിടെ ബലി എന്നർത്ഥം കൽപ്പിച്ചു. യഥാർത്ഥത്തിൽ ആ വാക്കിന് ബലി എന്നർത്ഥമില്ല. പിന്നെ ഇവർ പറയുന്ന ഹദി എന്ന വാക്കാണ്. ഹദി എന്ന വാക്കിന് അധികം കർമ്മം ചെയ്യുക, സമ്മാനം കൊടുക്കുക, ഗിഫ്റ്റ് എന്നൊക്കെയാണ് അർത്ഥം. ഇപ്പോൾ സാധാരണ നമ്മൾ ഹദിയ കൊടുക്കുക എന്നൊക്കെ പറയാറില്ലേ, അതിൽ നിന്നുള്ള ഒരു പദമാണ്. പക്ഷേ അതിനെയും ഇവർ ബലി എന്നർത്ഥം പറഞ്ഞു. ഇങ്ങനെ ഇല്ലാത്ത അർത്ഥം കൽപ്പിച്ചിട്ടാണ് ഇവർ ഈ ആചാരത്തെ ബൂസ്റ്റ് ചെയ്യുന്നത്. ആചാരത്തെ ബൂസ്റ്റ് ചെയ്യൽ മാത്രമേ അതിനെ നിലനിർത്തുന്നത്, ഇല്ലാത്ത അർത്ഥം കൽപ്പിച്ചിട്ടാണ്. ഇങ്ങനെയുള്ളൊരു ബലി, അതായത് പുണ്യം പ്രതീക്ഷിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുമെന്ന് കരുതി ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ കഴുത്തിൽ കത്തിവെച്ച് അറുക്കുന്ന ഏർപ്പാടിനെ സംബന്ധിച്ച് ഖുർആനൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഭക്ഷ്യാവശ്യങ്ങൾക്ക് വേണ്ടി അറുക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ പുണ്യകർമ്മം എന്നുള്ള അർത്ഥത്തിൽ ബലിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടേ ഇല്ല. എല്ലാം തെറ്റായി അർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ് ഇവർ വിശദീകരിക്കുന്നത്.